ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കല്യാണ തലേ ദിവസം പുടവ കൊടുക്കാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് സിസ്റ്റർ ഇൻ ലോൻ്റെ മോനാണ്, നന്ദു എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പുടവ കൊടുക്കുമ്പോൾ മുല്ലപ്പൂ വേണമല്ലോ. മുല്ലപ്പൂ ഷോപ്പിലെത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ മുല്ലപ്പൂക്കെ കിട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൃതി പിടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പിടിച്ചെടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിലുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബാക്കിയൊക്കെ സിസ്റ്റർ ഇൻ ലോൻ്റെ മോൻ എടുത്തിട്ടുള്ള ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ബ്രൈഡിൻ്റെ കയ്യിലെ മെഹന്തിയാണ് കേട്ടോ നമ്മൾ ഈ നോക്കുന്നത്. ഗ്രൂമിൻ്റെ പേര് മെൽബിൻ എന്നാണ്, അവൻ്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുന്നുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാനും അനുവും കാര്യമായിട്ട് അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അനു നോക്കിയപ്പോൾ കണ്ടില്ല. ഞാനും ജാനും മോളും അവൻ്റെ പേര് മെൽബിൻ എന്ന് എഴുതിയത് കണ്ടുപിടിച്ചു കേട്ടോ. ലാസ്റ്റ് ഞങ്ങളത് കണ്ടുപിടിച്ചു. അപ്പോൾ ആ സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ജാനുമോൾക്ക് ഇവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ കസിൻസിൻ്റെ ആരോ മക്കളാണെന്ന് തോന്നുന്നു. പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ അവരോട് വേണ്ട കളിയാണ് ജാനുമോൾ, നല്ല കളിയിലായിരുന്നു. അവരുടെ മാലയും വളയൊക്കെ പിടിച്ച് നോക്കണുണ്ടായിരുന്നു. ഈ മോൾക്ക് 2.5 വയസ്സ് ആണ് തോന്നുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അവൾ നല്ല കളിയിലാണ് കൂട്ടുകാരികളുടെ കൂടെ. ഇതാണ് കേട്ടോ ശ്രുതിയുടെ അമ്മ. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം, പുടവ കൊടുക്കാം. അമ്മു ആണ് കേട്ടോ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അമ്മു ആണ് ശ്രുതിയുടെ പെങ്ങൾ. അപ്പോൾ അവളാണ് പുടവ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അവൾ ശ്രുതിക്ക് പുടവ കൊടുക്കുകയാണ് കേട്ടോ. പുടവ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൾ പുടവ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വാൽക്കണ്ണാടി, കൺമഷി, സിന്ദൂരം, മുല്ലപ്പൂ, പിന്നെ കല്യാണപ്പുടവ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ താലത്തിൽ അവൾക്ക് കൊടുക്കുന്നത്, ശ്രുതിക്ക് കൊടുക്കുന്നത്. ശ്രുതിയുടെ കൂടെ അവളുടെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും വൈഫുമാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അമ്മു ശ്രുതിക്ക് പുടവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിംഗ് എടുത്ത് തന്നിട്ടുള്ളത് ശ്രുതിയുടെ ഒരു കസിനാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേര് ഞാൻ വിട്ടുപോയി. എന്തായാലും ആ കുട്ടിയോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് തന്നതിന്. അപ്പോൾ ഞാനും അമ്മു, അതുപോലെ അനു, അമ്മുവിൻ്റെ ആൻറ്റിയാണ് കേട്ടോ അനു, പിന്നെ നന്ദു, ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പുടവ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരാനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് വന്നു. സ്റ്റേജിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ അകത്ത് വെച്ചിട്ടാണ് പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി കാണുന്നത് ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളാണ് കേട്ടോ. കല്യാണരാമനിൽ പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇവിടെ തകർത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആയിരിക്കുന്നതാണ് സുനിമാമ. ഈ ഇരിക്കുന്നതാണ് സുനിമാമ കേട്ടോ. ഇതിലാരാണ് നിങ്ങൾക്ക് സംശയം തോന്നും, പക്ഷേ കല്യാണത്തിൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം സുനിമാമനെ. അപ്പോൾ ഈ മാമൻ്റെ മോൻ്റെ കല്യാണമാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഞാനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷിജിലേട്ടൻ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഷിജിലേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല, കോപ്പിറൈറ്റ് വന്നിട്ട് കട്ടായി പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ലൈജു ഏട്ടനാണേ. ലൈജു ഏട്ടൻ പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ലൈജു ഏട്ടൻ ഇപ്പോൾ പാടുന്നത് ഒരു ക്രിസ്മസ് വൈബുള്ള സോങ്ങാണ് കേട്ടോ. യഹൂദിയായിലെ എന്ന് പറയുന്ന ക്രിസ്മസ് വൈബുള്ളൊരു പാട്ടാണ് കേട്ടോ ഇപ്പോൾ ലൈജു ഏട്ടൻ പാടുന്നത്. പക്ഷെ പാട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചെക്കൻ്റെ വീട്ടിലെ സ്റ്റേജ് എന്ന് പറയുന്നത്. അടിപൊളി സ്റ്റേജായിരുന്നു.
അപ്പോൾ ഈ ഇരിക്കുന്ന ഗ്യാങ്ങിൽ അങ്ങറ്റത്തിരിക്കുന്ന വൈറ്റ് ഷർട്ടാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ ചെക്കൻ്റെ ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോയിൽ ചെറുക്കനെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ കല്യാണ ചെറുക്കൻ്റെയും അതുപോലെ സുനിമാമൻ്റെയും ഷിതുലേട്ടൻ്റെയൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ അവരുടെ നാട്ടിലുള്ള ആളുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഷിതുലേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ മാമന്മാരും എല്ലാവരുമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇതിൽ കാണാത്തത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് എടുത്തിട്ടുള്ള ക്ലിപ്പിംഗ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്നത്. ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ മാമൻ, നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മുടെ സ്റ്റേജ് വരുന്നത് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, അതായത് വീടിന് മുന്നിലാണ് സ്റ്റേജ് വരുന്നത്. പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ കൗണ്ടർ വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാവുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാരണം കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കണ്ണൊക്കെ തെറ്റിച്ചിട്ട് കുട്ടികളൊക്കെ ഓടിപ്പോയാലോ റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെ പോയാലോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് 1 വീക്കിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രോഗ്രാമും ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം വളരെ സെറ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻ ആണെങ്കിലും സ്റ്റേജിൻ്റെ സെറ്റിങ്സ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേണുവേട്ടനാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാമൻ. അപ്പോൾ ലൈജുവേട്ടൻ തന്നെയാണ് കേട്ടോ പാട്ട് പാടുന്നത്. അവരൊരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളപ്പോഴൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ വരേണ്ടതല്ലേ എന്നുള്ളതിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നടുക്കിരിക്കുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. ഇനി കല്യാണ ചെറുക്കനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും ഗ്യാങ്ങൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ഇതാണ് വേണുവേട്ടൻ്റെ മാസ്റ്റർ പീസ് മാപ്പിളപ്പാട്ടായിട്ട് വേണുവേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ടും ഇതൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ കല്യാണ തലേദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു വിശേഷം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ 1K+ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കല്യാണ തലേദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.